ഇവരൊരു താറ് വണ്ടിയാ ജീപ്പിന്റെ പുറകിൽ പിടിച്ച് ഇതിങ്ങനെ ഇരിക്കണ്. ഏത് വിടില്ല. ഞാൻ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ കണ്ടേക്കണത് മറ്റേ തെലുങ്ക് സിനിമ കണ്ടത് നമുക്ക് എന്ത് ചെയ്യാം. മറ്റേ പുള്ളി മറ്റേ NT രാമറാവുവിന്റെ മകനുണ്ടല്ലോ, അയാളുടെ പേര് ഞാൻ വിട്ടു. എന്നാണ് മറ്റേ നമ്മുടെ പുള്ളി ഉണ്ടല്ലോ, പുള്ളി മാത്രമാണ് ഇത് ഇങ്ങനെ എന്ത് ചെയ്ത് കയറൊക്കെ വലിച്ച് ഇങ്ങനെ നിർത്തണം. അപ്പൊ ഇങ്ങനെ വിടില്ല ഞാൻ എങ്ങനെ പോകുമെന്ന് കാണട്ടെ. ജീപ്പ് ലാസ്റ്റ് ജീപ്പ് ഫ്രണ്ടിലേക്ക് എടുത്തപ്പോഴല്ല ജീപ്പിനൊപ്പം ഇവര് ഓടിപ്പോടി. അതായത് ജീപ്പ് പിടിവിടാൻ വിട്ടു. അതെ, കുറച്ചേ കഴിഞ്ഞ് പിടിവിട്ട്. ശരിക്കും പറഞ്ഞാൽ ആ ജീപ്പുകാരെ ഇത്തിരി മര്യാദക്കാരായതുകൊണ്ട് ഭാഗ്യമില്ല. അല്ലെങ്കിൽ ജീപ്പ് അങ്ങനെ ചവിട്ടിയെങ്കിൽ അവിടെ ചെന്ന് എന്ത് ചെയ്താനെ മൂക്കൊണ്ടൊരു ഉമ്മോച്ചാൻ. പിറ്റേ ദിവസം മുതൽ എന്ത് ചെയ്താനെ മറ്റേ ജഗതി കിലുക്ക സിനിമയിൽ ജഗതി വന്ന പോലെ വന്നാനെ. TG മോഹൻദാസ്, താങ്കൾക്ക് 71-72 വയസ്സായി. താങ്കൾ ചെയ്യേണ്ട ആദ്യത്തെ പണി എന്ന് പറഞ്ഞാൽ ഇതിന്റെ പുറത്ത് മാപ്പ് പറയുക എന്നുള്ളത്. ഇത് എനിക്കൊരു അബദ്ധം എന്ത് ചെയ്തു, ഞാൻ ആ വീഡിയോ വിഡ്രോ ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മാപ്പ് പറയേണ്ട ഒരു മച്യൂരിറ്റി അതുണ്ടല്ലോ. അവരുടെ ഇടക്കുള്ള ഇന്റലക്ച്വലി ആണെങ്കിൽ അപ്പൊ ബാക്കിയുള്ളവർ എന്തായിരിക്കും? അതാണ് ബാക്കിയുള്ളവരുടെ അവസ്ഥ. അപ്പൊ ബാക്കിയുള്ളവരൊക്കെ പുള്ളി അവൻ വിദേശത്തുള്ളവരാണ്. അപ്പൊ അവൻ പറയണ ശരിക്കും പറഞ്ഞാൽ അപ്പൊ ഇനി ഈ പ്രസ്ഥാനത്തിലാണോ നമുക്ക് സംസാരിക്കാൻ പോലും. സത്യം അടിയന്തിരമായി കേസ് കൊടുക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ പറയണത്, പോയിട്ട് ഇത്തിരിയെങ്കിലും മാനം രക്ഷിക്കാം. വേറൊരു വഴിയില്ല, മാനം രക്ഷിക്കാൻ കേസ് കൊടുക്കാതെ ഇനി ഒരു ചാനലിൽ വന്ന് ഇയാള് ഞങ്ങളുടെ സൈദ്ധാന്തിക എന്ന് പറയാം. ഞാനൊരു PhD ചെയ്യേണ്ട വിഷയമാണിത്. ഈ BJP-യിലേക്ക് ചേരുമ്പോൾ എന്ത് സംഭവിക്കും? കാരണം എന്താ പറയുക, ഇപ്പൊ IIT-യുടെ ഡയറക്ടർ ഉണ്ട്, മദ്രാസ് IIT-യുടെ. ആ IIT ഡയറക്ടർ വേണം ഗോമൂത്രം കടിച്ചാൽ പുള്ളിന്റെ പനി മാറുമെന്ന് പറഞ്ഞു. ഈ സ്ത്രീ എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഈ വണ്ടിയുടെ മുമ്പിൽ ഞാൻ കിടക്കും, എൻ്റെ ഡെഡ് ബോഡി കൂടി മാത്രമേ നിങ്ങൾ എൻ്റെ ബോഡി കൂടി വണ്ടി എടുക്കാതെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പോകാൻ പറ്റുമെന്നാണ്. ഇത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ എന്താ സംഭവം എന്നറിയോ, ഒരാളവിടെ അടിച്ച് നല്ല ക്വാണ്ടിറ്റി കിട്ടി. പുള്ളി അടിച്ച് രാവിലെ വിറ്റ, ഉച്ചക്ക് ഒരു മണി 11 മണിയായപ്പോൾ തന്നെ പുള്ളി വിറ്റ. പുള്ളി ഈ സ്ത്രീനെ കയറി പിടിക്കണം, പോകരുത്, കിടക്കരുത് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം, കിടന്നാൽ ഞാനും വരുമെന്ന് കൂടി. സർ, TG മോഹൻദാസിന്റെ അറസ്റ്റിനെ കുറിച്ചിട്ട് ഇപ്പോ ന്യായീകരണങ്ങൾ അധികം ഒന്നും കേട്ടില്ല. രണ്ട് സൈഡിൽ നിന്ന് മാത്രമേ ന്യായീകരണങ്ങൾ ഉയർന്ന് കണ്ടിട്ടുള്ളൂ. കൈവിട്ട സ്ഥിതിക്കാണോ അദ്ദേഹം കുറ്റം സമ്മതിച്ചു എന്ന് പറയുന്നു? കുറ്റം സമ്മതിച്ചു എന്ന് പറയുന്നത് പോലീസിന്റെ അടുത്താണ്. ഇപ്പൊ ജാമ്യം കിട്ടിയില്ലേ നമുക്കറിയില്ല, കോടതിയിലേക്ക് ഹാജരാക്കാൻ പോകുന്നേ ഉള്ളൂ നമ്മൾ ഈ വീഡിയോ എടുക്കുമ്പോൾ. അദ്ദേഹത്തിന്റെ റിമാൻഡ് റിപ്പോർട്ട് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. ആ റിമാൻഡ് റിപ്പോർട്ടിൽ അദ്ദേഹം പോലീസിന്റെ അടുത്ത് കുറ്റം സമ്മതിച്ചു എന്ന് പറയുന്നത്. പക്ഷെ പോലീസിന്റെ അടുത്ത് കുറ്റം സമ്മതിക്കുന്നതിൽ കാര്യമില്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് ചെല്ലുമ്പോൾ പുള്ളി എന്ത് ചെയ്യും, കോടതിയിൽ മാറ്റി പറയാനാണ് സാധ്യത. അല്ലെങ്കിൽ കുറ്റം സമ്മതിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് വേണമെങ്കിൽ ഇനി ക്ഷമ ചോദിക്കാനോ ജാമ്യം കിട്ടാനോ തന്നേക്ക് എന്നൊക്കെ പറയാനുള്ള സാധ്യതകളുണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല. അപ്പം അതിനുള്ള ഒരു പരിശ്രമമാണ് പുള്ളി നടത്തിക്കൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇന്ന് പുള്ളിക്ക് ജയ് വിളിക്കാനായിട്ട് നിരവധി ആളുകൾ വന്നിരുന്നു. കൂടാതെ S. സുരേഷും ഒക്കെ എന്ത് ചെയ്തു, വന്നിരുന്നു. അപ്പൊ S. സുരേഷ് വന്നിട്ടും പുള്ളിക്ക് അനുകൂലമായിട്ട് എന്ത് ചെയ്തു, ഇതൊക്കെ വലിയ പ്രധാനമന്ത്രിയെ കൊല്ലുമെന്ന് പറഞ്ഞവർക്കെതിരെ നടപടി എടുത്തിട്ടില്ല, പിന്നെയാണോ ഇത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ലളിതവൽക്കരിക്കാൻ വേണ്ടിയൊക്കെ ശ്രമിച്ചു. പക്ഷെ RSS ആദ്യം തന്നെ കൈവിട്ടു. RSS ചെയ്തത് ഈ പ്രസ്താവനയെ അപലപിക്കുന്നു എന്നാണ്. ഇന്ന് BJP പറഞ്ഞേക്കുന്നത് ഈ പ്രസ്താവനയെ അപലപിക്കുന്നു എന്നാണ്. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഇനി മുതൽ നമ്മൾ ഇദ്ദേഹത്തെ TG മോഹൻദാസ് എന്ന് വിളിക്കരുത്, ഇദ്ദേഹത്തെ ഡിമാലി ഗുണ്ടൻ എന്ന് വിളിച്ചത്. ഡിമാലി ഗുണ്ടൻ, ഡിമാലി ഗുണ്ടൻ, അത് കേട്ടില്ല. ഈ വീഡിയോ തന്നെ നിങ്ങൾ ഇതാണ് കാണുമ്പോൾ ശ്രദ്ധിച്ചേക്കാണ്. ഒരു രസകരമായ ഇൻസിഡന്റ് ആണ്, മനസ്സിലായി. ഞാൻ നേരത്തെ പുള്ളിനെ സാറിനൊക്കെ വിളിച്ചുകൊണ്ടിരുന്നു. ഇനിയിപ്പോൾ സാറിന് വിളിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇനിയിപ്പോൾ ഞാൻ അദ്ദേഹത്തെ സ്നേഹത്തോടു കൂടി, നമ്മളിപ്പോ പൊന്നൂട്ടുക്കുടു എന്നൊക്കെ വിളിക്കില്ല, അതുപോലെ വിളിക്കണ പോലെ നമ്മൾ ഡിമാലി ഗുണ്ടൻ എന്ന് വിളിച്ചാൽ. ആ ഡിമാലി ഗുണ്ടൻ എന്ന് വിളിക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഈ വീഡിയോയിൽ തന്നെ പുള്ളി ഒരു ആക്ഷൻ ഇടുന്നുണ്ട്, അത് കാണേണ്ടതാണ്. ഈ സമരം CJP-ക്കാരെ കുറിച്ച് പറയുമ്പോൾ പുള്ളി പറയണ ഇടതുപക്ഷ ജനാധിപത്യ മതനിരപേക്ഷ ഡിമാലി ഗുണ്ടന്മാരെയാണ് ഇതെന്ത് ചെയ്യുന്നതെന്ന് പുള്ളി പറഞ്ഞു. മനസ്സിലായി, അവർക്കാണ് ഈ റേപ്പ് ഇഷ്ടമുള്ളതെന്ന് പറഞ്ഞു. പിന്നെ പുള്ളി പറയണ അവർ കൂട്ടബലാത്സംഗം ഇഷ്ടപ്പെടുന്നവരാണ്. മനസ്സിലായി, അങ്ങനെ കുഴപ്പമില്ല, അവർ പിന്നെ പരാതിയൊന്നും ഉണ്ടാവില്ല, കാരണം അവർക്കത് ഇഷ്ടമാണെന്ന് പറയണം. ഇനി അത് പറഞ്ഞതിന് ശേഷം പുള്ളി അതിനേക്കാൾ വലിയൊരു ക്രൂരത കൂടി പറഞ്ഞു. മനസ്സിലായി, പ്രായം ഇത്രയായി പോയി, അല്ലെങ്കിൽ പുള്ളീനെ എന്ത് ചെയ്യേണ്ടതാണ്, വള്ളിച്ചൂരലിൽ അടിക്കേണ്ടതാണ് പിള്ളേരാരെങ്കിലും. പുള്ളി പറഞ്ഞ വാചകം എന്താണെന്ന് വെച്ചാൽ, അത് കഴിഞ്ഞിട്ട് പറഞ്ഞാൽ അതിനിടയിൽ ഇനി ആരെങ്കിലും കൊല്ലപ്പെട്ടാൽ, റേപ്പിനടക്കം ആരെങ്കിലും കൊല്ലപ്പെട്ടാൽ രക്തസാക്ഷികൾ സിന്ദാബാദ് എന്ന് വിളിച്ച് രക്തസാക്ഷിയാക്കും. ഏത് മറ്റത് നമുക്ക് സഹിക്കാം, ഓക്കെ, പുള്ളി പ്രധാനമന്ത്രി ആണെങ്കിൽ പുള്ളി എന്ത് ചെയ്യുമായിരുന്നു, ആളുകളെ മുഴുവൻ വെടിവെച്ച്. അതുകൊണ്ടാണല്ലോ ഇയാളൊരു പഞ്ചായത്ത് പ്രസിഡന്റ് പോലും ആകത്ത്.
പുള്ളി പ്രധാനമന്ത്രിയാണൊക്കെ വിടും. ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ആകാത്ത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും വിവരമില്ലാത്ത ഒരാളായതുകൊണ്ടാണ് എന്ത് ചെയ്ത് അത്. പിന്നെ TG ഇതുപോലെയുള്ള മണ്ടത്തരങ്ങളൊക്കെ നിരവധി പറഞ്ഞിട്ടുണ്ട് ട്ടാ. കൊല്ലുന്നതിനേക്കാളും കഷ്ടമാണ് ബലാത്സംഗത്തിനിടയിൽ കൊല്ലപ്പെട്ട. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുന്നു, ഈ ലോകത്ത് 22ഓളം വരുന്ന കുട്ടികള് അവര് മരണപ്പെട്ടു. അതിനു മുമ്പ് 70 പേര് മരണപ്പെട്ടു. അങ്ങനെ മരണപ്പെട്ടു ഒരു പരീക്ഷ എഴുതാൻ പോയ പാവം പിടിച്ച പിള്ളേര് ആകാംക്ഷ ചതുർവേദി എന്നൊക്കെ പറഞ്ഞു. ആ കൊച്ചിന്റെ ഒരു ആത്മഹത്യാക്കുറിപ്പുണ്ട്, വായിച്ചു നോക്കി നമുക്ക് സങ്കടം വരും. നിങ്ങൾ എന്നെ ഒരു ഡോക്ടറാക്കണമെന്ന് ആഗ്രഹിച്ചു അമ്മ, പക്ഷെ എനിക്കത് ആകാൻ കഴിഞ്ഞില്ല, എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞുകൊണ്ടൊരു കുട്ടി ആത്മഹത്യ ചെയ്തേക്കണേ. താങ്കൾക്കറിയാം, ഇപ്പൊ താങ്കളുടെ എൻ്റെ വീട്ടിലൊരു കുട്ടിയാണെങ്കിൽ ഞാൻ പറഞ്ഞ അവരൊക്കെ ചിലപ്പോൾ നമ്മളൊക്കെ എല്ലാവരും മരിച്ചു പോകായിരിക്കും. പക്ഷെ മരിക്കുന്നതിന് മുമ്പുള്ള ഒരു ആഗണി ഉണ്ടാവില്ല, ഒരു വേദന ഉണ്ടാവില്ല, ഒരു വിഷമം ഉണ്ടാവില്ല. ഒരു 5-10 ദിവസം അവരനുഭവിച്ച അതുപോലും മനസ്സിലാക്കാൻ പറ്റാത്ത ഈ മരപ്പൊട്ടനെയൊക്കെ എന്താ പറയേണ്ടത് പിന്നെ? എന്നിട്ട് അതിനു വേണ്ടി സമരം ചെയ്ത് പിള്ളേര് പോയി. ഈ സമരത്തിൽ പിന്നെ RSSന്റെ സർസംഘചാലക് മോഹൻ ഭഗവത് എന്താ പറഞ്ഞേക്കണം? മോഹൻ ഭഗവത് പറഞ്ഞേക്കണം അവർ ന്യായമായിരുന്നു, അവർ ദേശദ്രോഹികളല്ലെന്നാ പറഞ്ഞേക്കണം. ആ അല്ലെന്ന് പറഞ്ഞ ഈ പറയുന്ന ഡിമാലി ഗുണ്ടനൊക്കെ വേണ്ടിയിട്ട് ഇപ്പോഴും ആളുകൾ മുദ്രാവാക്യം വിളിക്കുന്നു എന്നൊക്കെ പറഞ്ഞു. ഒന്ന് ആലോചിച്ച് നോക്കി, എന്താ ഇവര് പറയണം? അല്ല, ചിലർ ഇതിനെ അങ്ങോട്ട് ന്യായീകരിക്കുന്നത്, ഞാൻ പേരെടുത്ത് പറയുന്നില്ല, അദ്ദേഹം പറയുന്നത് പ്രധാനമന്ത്രി ആയാൽ, ഞാൻ ഒരിക്കൽ പ്രധാനമന്ത്രി ഞാനായിരുന്നുവെങ്കിൽ എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് ഹൈപ്പോത്തറ്റിക്കലി പറഞ്ഞിരിക്കുന്ന ഒരു വേർഡ് എങ്ങനെയാണ് കുറ്റകരമാകുന്നതെന്നാണ് ഒരു ഹൈപ്പോത്തറ്റിക്കലി ഈ പറഞ്ഞ ആളുകളെ കുറിച്ച് നമ്മൾ പറയണേണ്. ഹൈപ്പോത്തറ്റിക്കലി ഇപ്പൊ ഞാൻ പറയണേണ്, ഞാൻ ഈ മറ്റേ LTTയുടെ തലവനായാൽ, അല്ലെങ്കിൽ ഞാൻ ISIS മറ്റേ അവരുടെ തലവനായാൽ, അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നു, ഞാൻ ഈ ഇതൊന്നും വേണ്ട, നമ്മളിവിടെ കേരളത്തിലെയോ ഇന്ത്യയിലെയോ ഏതെങ്കിലും കൊള്ളസംഘത്തിൽ ചേരുകയും അതിന്റെ ചീഫ് ആവുകയും ചെയ്താൽ, എന്നിട്ട് ഞാൻ ഇവരുടെ ആരുടെയെങ്കിലും ബന്ധുക്കളുടെ പേരെടുത്ത് പറഞ്ഞിട്ട് അവരെ ബലാത്സംഗം ചെയ്യുമെന്ന് പറഞ്ഞാൽ ഹൈപ്പോത്തറ്റിക്കലാണത്? ഒരിക്കലുമല്ല. ആണാ? അവനവന് ഇനി അത് ഞാനിപ്പോ താങ്കളോട് പറഞ്ഞാൽ പോലും അത് ഹൈപ്പോത്തറ്റിക്കലാണോ? വൃത്തികേടല്ലേ, കറകുരുക്കിട്ട് അടിക്കണ്ടേ? അത് തന്നെയുള്ള കാര്യം. പിന്നെ ഇവർക്കൊന്നും ഇതൊന്നും ന്യായീകരിക്കാൻ എന്ത് ചെയ്യൂല, പറ്റൂല. ഇപ്പൊ ഇന്ന് പോലും BJP പോലും ഈ പ്രസ്താവന എന്ത് ചെയ്തിട്ടുണ്ട്, അപലപിച്ചുകൊണ്ടാണ് ഇത് എന്ത് ചെയ്യുന്നത്, രംഗത്ത് വന്നിട്ടുള്ളത്. പക്ഷെ പിന്നെ ഞാനൊന്ന് ചോദിക്കട്ടെ, ഇത് ആരെക്കുറിച്ചാണ് ഇത് പറയുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കണ്ടേ. ഈ ഇന്ത്യയിലെ ജൻസികളായിട്ടുള്ള 18-നും 25 വയസ്സിനും ഇടയിലുള്ള കുട്ടികൾ, അവരെ കോക്രോച്ചുകൾ എന്ന് വിളിച്ച് അധിക്ഷേപിച്ച് കുട്ടികൾ അവരെ സമരം ചെയ്യുമ്പോൾ ഇയാളൊക്കെ പറയുന്നത് അവിടെ വന്നേക്കണവരൊക്കെ കൂട്ടബലാത്സംഗം എന്ത് ചെയ്യുന്നവരാണ്, ആസ്വദിക്കുന്നവരാണ്. സത്യത്തിൽ ഇതിന് മറുപടി എന്താണെന്നറിയാമോ? ഇയാൾക്ക് പരിചയമുള്ള, ഞാനിപ്പോ അത്രേ പറയുന്നുള്ളൂ, ഇയാൾക്ക് പരിചയമുള്ള പലരും കൂട്ടബലാത്സംഗം എന്ത് ചെയ്യുന്നുണ്ടാവും, ആസ്വദിക്കുന്നവരെ കണ്ടിട്ടുണ്ടാവും. ഞാൻ ഇന്നുവരെ കണ്ടിട്ടില്ല കേട്ടോ, ഞാൻ ഇന്നുവരെ എന്ത് ചെയ്തിട്ടില്ല, കണ്ടിട്ടില്ല, നമുക്കറിയില്ല. അപ്പൊ അതുകൊണ്ട് ഒന്ന് ആലോചിച്ച് നോക്കാം. എന്നിട്ട് അതിനിടയിൽ ആരെങ്കിലും മരിച്ചു പോയാൽ അവരെ രക്തസാക്ഷിയാക്കും. ഇനി അതിനു മുമ്പ് പറഞ്ഞാൽ എന്താ, 71 വയസ്സായില്ലേ, 71 വയസ്സായില്ലേ, എന്നിട്ട് ഇതുകൊണ്ട് കോമഡി ആയിട്ട് അവതരിപ്പിക്കണേ. ഇടതുപക്ഷ ജനാധിപത്യം മതനിരപേക്ഷ ഡിമാലി ഗുണ്ടന്മാർ ഒന്ന് ആലോചിച്ച് നോക്കി. എന്നിട്ട് ഇതിന്റെ താഴെ ലൈക്ക് അടിക്കാൻ കുറെ പേര്. അത് ബലാത്സംഗികളെ പോലും അല്ല, അല്ല ഞാൻ പറഞ്ഞ ഒന്നാമത്തെ ഒരു പ്രതിഷേധം രാജ്യത്ത് കിടക്കുന്നു. അവർ സമാധാനപരമായി പ്രതിഷേധിക്കുന്നു. ആ പ്രതിഷേധിച്ചവർക്കെതിരെ പെല്ലറ്റ് ഗണ്ണുകൾ പോലും യൂസ് ചെയ്ത മറ്റേ മോശമാണെന്ന് പറഞ്ഞ് താങ്കൾ അറിയേണ്ടത് ഹരിയാന DGP ഒക്കെ ഇപ്പൊ ഒന്ന് ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ട്. ആ കൊടുത്തോണ്ടിരിക്കും ഇയാൾ പറഞ്ഞു, ഞാനായിരുന്നെങ്കിൽ എന്ത് ചെയ്യും, വെടിവെച്ച് വീഴ്ത്തും, കുറെ പേര് മരിക്കും, കുറെ പേര് മരിക്കില്ല, മരിക്കുന്നവരെ പെറുക്കിയെടുത്ത് എന്ത് ചെയ്യും, കൊണ്ട് മാറ്റും. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ RSS മാനനഷ്ടത്തിന് കേസിന് പോകണം. എന്താണെന്നറിയാമോ? ഇതുപോലെ അല്ല, അതുകൊണ്ടല്ല, ഞങ്ങളുടെ സൈദ്ധാന്തികനാണെന്ന് ഒരാളും പറയുന്നു. ബുദ്ധിജീവി ഒന്നുമല്ല, വെറും ഈ പറയുന്ന പോലെ എന്നാ. പിന്നെ പുള്ളി ആദ്യം പുള്ളി ഇപ്പൊ നമ്മുടെ ഒരു തോട്ടിന് എതിരായിട്ടുള്ള കാര്യമാണ് പറഞ്ഞാൽ അതിന് കുഴപ്പമില്ല. പുള്ളിനെ ഞാൻ ഇന്റർവ്യൂ ചെയ്യാൻ വിളിച്ചിട്ടുണ്ട് നേരത്തെ ഇവിടേക്ക് വേണ്ടിയിട്ട്. അപ്പോൾ പുള്ളി ഈ തോട്ടിന് എതിരായിട്ട് പറഞ്ഞാൽ കുഴപ്പമില്ല. പക്ഷെ അന്നേരവും പുള്ളി അത് വളരെ ഭയങ്കരമായി ബുദ്ധിപരമായിട്ടൊരു ചില കള്ളങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അത് മാനേജ് ചെയ്ത് പുള്ളിക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചു. അതുവരെ കുഴപ്പമില്ല. പക്ഷെ ഇത് കഴിഞ്ഞ് 2-3 കൊല്ലമായിട്ട് എന്താ കാണണമെന്ന് അറിയാമോ? ഞാനിപ്പോൾ തോങ്ങളോട് പറയുന്നില്ല, ചില ചാനലുകളിൽ ചെയ്തിരുന്ന് പുള്ളി അങ്ങ് പറയുമ്പോൾ പുള്ളി എന്തോ സൂപ്പറാണ്, ഗംഭീരാണ്, പുള്ളിയുടെ വ്യൂവർഷിപ്പ് കൂടും, അതുകൊണ്ട് വായി തോന്നി എന്ത് വിവരക്കേടും പറയാമെന്ന് എന്ത് ചെയ്തിട്ടുണ്ട് പോയി. പിന്നെ പൊതുവെ ഇവർക്ക് ബുദ്ധി കുറവാണ്. അല്ല, ഇവരുടെ ഇടയിലുള്ള ബുദ്ധിജീവികളുടെ ബുദ്ധി ഇതാണെങ്കിൽ പിന്നെ അല്ല ബാക്കിയുള്ളവരുടെ സുരേഷ് ഗോപിയൊക്കെ കൂട്ടത്തിലുള്ളവരിൽ ബുദ്ധിജീവി ഇങ്ങനെയാവുമ്പോ സുരേഷ് ഗോപിയൊക്കെയാണ്. മനസ്സിലായി? അപ്പൊ സുരേഷ് ഗോപിയൊക്കെയാണ്. എന്താണ് പുള്ളി പറയണെന്ന് പുള്ളിക്ക് തന്നെ എന്ത് ചെയ്യാൻ പാടില്ല.
അടുത്ത ജന്മത്തിൽ ബ്രാഹ്മണനാകണം, പിന്നെ മറ്റേതാകണം, താഴ്മൺ കുടുംബത്തിൽ പിന്നെ തന്നെ മറ്റേ ജനിക്കണം. എന്താണ് മറ്റേ SC/ST ഡിപ്പാർട്ട്മെന്റ് ഭരിക്കാനായിട്ട് വേറൊരു ബ്രാഹ്മണ മന്ത്രി വരണം, ബ്രാഹ്മണന്റെ ഡിപ്പാർട്ട്മെന്റ് ഭരിക്കാൻ SC/ST മന്ത്രി വരണമെന്നൊക്കെയാണ് പുള്ളി പറഞ്ഞത്. പിന്നെ ഒരു MP ആയപ്പോ തന്നെ പുള്ളി പറഞ്ഞ വർത്താനം കേട്ടിട്ടുണ്ട്, എന്തൊരു വിവരക്കെടാന്നൊക്കെ. എനിക്ക് കീഴിൽ ഒരു 10 മന്ത്രാലയം തന്നാ മതി. 10 മന്ത്രാലയം. ഏത്? ഒന്ന് പെട്രോളിയം, ഒന്ന് ധനവകുപ്പ്, ഒന്ന് എന്ത്. എന്നിട്ട് രാവിലെ മറ്റേ നിർമ്മലാ സീതാരാമനും മറ്റേ ഇപ്പൊ നമ്മുടെ ധർമ്മേന്ദ്ര പ്രധാനും മറ്റേ ഇപ്പൊ ഉള്ള പ്രഹ്ലാദ് ജോഷി എല്ലാരും കൂടി ഒന്ന് പുള്ളിയെടുത്ത് മുമ്പിൽ ഇങ്ങനെ ഇരിക്കണം. രാജ്നാഥ് സിംഗൊക്കെ വന്ന് ഇങ്ങനെ ഇരിക്കണം. അപ്പൊ പുള്ളി പറയും കാലത്തൊട്ട് വന്നിച്ചാൽ 1 രൂപ തരാന്ന് പറയും. നാളെ പുട്ടും കടലയും വേണം, അല്ല, സാമ്പാർ ഇഡലിയും വേണം. എന്താണ് ഈ പറയുന്നത്? എന്തെങ്കിലും ഒരു സത്യം പറഞ്ഞ ഞാൻ പലപ്പോഴും എനിക്ക് ഈ എറണാകുളത്ത് ഇരുന്നപ്പോ എൻ്റെ കുടുംബമായിട്ടൊക്കെ ബന്ധപ്പെട്ട് തന്നെ അറിയാവുന്ന ഒരാളായിരുന്നു സെൻകുമാർ. ഞാൻ വിചാരിച്ച് പുള്ളിക്ക് എന്തെങ്കിലും ബോധമുണ്ട്, കാരണം പുള്ളി ഒരു IPS കാരനാണല്ലോ. പുള്ളി ഇതേ BJP ചേർന്നതും പുള്ളിയുടെ ലെവൽ കിട്ടി. എന്തോ പ്രശ്നമുണ്ടത്, ഈ ഗുരുത്വാകർഷണം പോലെ എന്തോ പ്രശ്നമുണ്ട്. കാരണം എന്താ ചെന്നിട്ട് പുള്ളി പറഞ്ഞേട്ടാ കൊറോണ ഇന്ത്യയിലേക്ക് ഒരിക്കലും വരില്ലെന്ന്. അപ്പൊ എന്താന്ന് ചോദിച്ചപ്പോ പുള്ളി പറഞ്ഞേ ഇവിടെ ചൂട് കൂടുതലാണ്, കൊറോണക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ലെന്ന്. കൊറോണ മറ്റേ ചൈനയിലൊക്കെ തണുപ്പ് AC-ക്കകത്തായതുകൊണ്ട് കൊറോണ ഇങ്ങനെ ഇരിക്കണേ, തണുപ്പ്. അത് കഴിഞ്ഞ് ഇവിടെ വരുമ്പോ ഈ ചൂട് ചത്തു ഞാൻ പോവാ എന്റെ പൊന്നോ. കൊറോണ വന്നിട്ടുണ്ടല്ല, പുള്ളിക്കിടക്കെ പുറത്തേക്ക് ഇറക്കാൻ പറ്റില്ല. പുള്ളി മാസ്ക് ഒക്കെ ഇട്ട് ഇങ്ങനെ ഇടും. എന്നാലോചിച്ച് നോക്കി. അപ്പൊ പുള്ളി പറഞ്ഞ ഇവിടെ കൊറോണ വരില്ല, കൊറോണ എന്നാ ഞാൻ എന്തോ സംഭവിക്കുന്നുണ്ട്. എനിക്ക് AC മുറി വേണം. അല്ല, ഞാൻ സത്യം പറഞ്ഞ ഈ മാരാർജി ഭവനിലും BJPയുടെ ഇതിനകത്ത് എനിക്ക് തന്നെ പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഇതിനകത്ത് കയറി എന്തെങ്കിലും സംഭവിക്കും, അത് പേടിച്ചിട്ടേ ഞാൻ കാരണം വെച്ചാൽ നമ്മുടെ ബുദ്ധിക്ക് എന്തെങ്കിലും എന്ത് ചെയ്യും. നമ്മള് പെട്ടെന്ന് എന്ത് ചെയ്യും, നമ്മള് ഈ കഥകളിലൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട്, ചില ലോകത്തെങ്കിലും നമ്മുടെ ബുദ്ധി നഷ്ടപ്പെട്ടു പോവുകയും നമ്മൾ എന്ത് ചെയ്യും. ഇംഗ്ലീഷ് സിനിമകളൊക്കെ അങ്ങനെ ഒരുപാടുണ്ട്, മറ്റേ വേറെ ബുദ്ധി വരികയും നമ്മൾ മണ്ടന്മാരായി തീരുകയും ചെയ്യും. അപ്പൊ മണ്ടന്മാർ അതിലുള്ള ഏറ്റവും വലിയ മണ്ടർ നോക്കിയിട്ടാണ് ഇതുപോലെ സൈദ്ധാന്തികനാക്കിക്കണം. ഒന്ന് ആലോചിച്ചു. RSS ബുദ്ധിജീവി, RSS സൈദ്ധാന്തികൻ, എന്തൊക്കെ ലേബലാണ് ആ മനുഷ്യനുള്ളതെന്നാണ്. പിന്നെ എന്തൊക്കെയാണ് ഇവര് കാണിച്ചു വിട്ടത്. എന്നിട്ട് പുള്ളിക്ക് വിളിക്കണം ഇൻകുലാബ് സിന്ദാബാദ്. മറ്റേ ഇവിടെ ഈ മട്ടാഞ്ചേരിയിൽ വന്നു കുറെ പേര് RSS തള്ളിക്കളഞ്ഞ് ഒരാളും കൂടെ നിൽക്കാനില്ല, ഒന്നുമില്ലാണ്ട് കുറെ പേര് വന്ന് എന്ത് ചെയ്യും. ആരും മാർച്ച് നടത്താൻ പ്രതിഷേധം നടത്താൻ എന്താണെന്നറിയില്ലല്ലോ. പ്രതിഷേധം നടത്താൻ മറ്റേ കാസർഗോഡ് നിന്ന് കുറച്ചുപേര് എത്തിയാണ്. അശ്വിൻ ചേച്ചിനെ കൊണ്ടുവരാൻ. ഏതാ അശ്വിനി? ശരിക്കും പറഞ്ഞാൽ യുവമോർച്ചനെ കൊണ്ടുവന്ന് പ്രതിഷേധം നടത്തണ്ടായിരുന്നു. മഹിളാ മോർച്ച യുവമോർച്ച അല്ല, മഹിളാ മോർച്ച. കാരണം മഹിളാ മോർച്ചയുടെ പ്രതിഷേധങ്ങളൊക്കെ ഒരു 1.5 പ്രതിഷേധം വളരെ നല്ല പ്രതിഷേധം. മഹിളാ മോർച്ചയൊക്കെ ജന്മഭൂമി പോലും വായിക്കുന്നില്ല, ജനൻ TV പോലും കാണുന്നില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കോൺഗ്രസ് അധികാരത്തിൽ വന്നു. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും ആദ്യം VD സേഷനെ കിട്ടിയ ഗുണം ഇവരുടെ സമരമാണ്. കാരണം അധികാരത്തിൽ വന്നു, അധികാരത്തിൽ വന്നിട്ടില്ല, അതായത് മുഖ്യമന്ത്രി തീരുമാനിച്ചിട്ടില്ല. ഇപ്പോഴും കാവൽ മുഖ്യമന്ത്രിയായിട്ട് പിണറായി തുടർന്നുകൊണ്ടിരിക്കണേ. എന്ത് വെളിവില്ലായ്മയാണെന്ന് അറിയാൻ പാടില്ല. KSRTC ബസ്സിലേക്ക് ഇടിച്ചു കയറിയിട്ട് ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ ഇനി അതും കുഴപ്പമില്ല. ഞാൻ പറഞ്ഞ അതും മണ്ടത്തരം, അത് സഹിച്ചു. ഇതേ അടുത്ത മണ്ടത്തരം പറ്റി. അതെന്താണെന്നറിയാമോ? അതിന് മറ്റേ UDF സർക്കാർ അധികാരത്തിൽ ഏറിയിട്ടില്ലല്ലോ, എന്നാലല്ലേ അവര് പറഞ്ഞ വാഗ്ദാനം പാലിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞപ്പോ ഒരു സ്ത്രീ പറയണേ അവര് കയറാതിരിക്കുക, അതൊക്കെ അവരുടെ കാര്യം, അവര് നേരത്തെ കയറണം വരുന്നു. ഹായ് ഏത് അതൊക്കെ നേരത്തെ കയറണമായിരുന്നു, അല്ല ഞങ്ങളുടെ കുഴപ്പമാണ്, ഞങ്ങളുടെ കുഴപ്പമില്ല കയറായിരുന്നു. ഞങ്ങൾക്ക് അതും പ്രശ്നമല്ല. മുഖ്യമന്ത്രി രാജിവെക്കണം. മുഖ്യമന്ത്രി ഇല്ലേ, മുഖ്യമന്ത്രി രാജിവെക്കണം. ഈ എന്റെ കൊച്ചക്കവന്റെ ചെറുപ്പത്തിലേക്ക് അങ്ങനെ പറയുമായിരുന്നു. അതായത് അവനെ കുളിപ്പിച്ചു കഴിഞ്ഞാൽ ദേഷ്യത്തിൽ വരുമ്പോഴത്തേക്കും എന്റെ വെള്ളം മുഴുവൻ തിരിച്ചു തുടച്ചെടുക്കാനൊക്കെ പറയണം. മനസ്സിലായി? അങ്ങനെ നമ്മൾ തിരിച്ചെടുക്കണം. അപ്പൊ അതേപോലെ ഇവര് പറയണം അവര് നേരത്തെ കയറണമായിരുന്നു. അപ്പൊ മുഖ്യമന്ത്രി എന്ത് ചെയ്തിട്ടില്ല, എന്തൊരു അപഹാസ്യരാണ് ഇവരുന്നൊന്നും ആലോചിച്ച് നോക്കണേ. ഇന്ന് അതുപോലത്തെ ഒരു സമരം നടക്കെ ഉണ്ട്. ആരെയെന്നറിയാമോ? നമ്മുടെ അശ്വിനി മാഡത്തിന്റെ സമരം സവർക്കറുടെ വിഷയത്തില്. ആ സവർക്കറുടെ വിഷയമൊക്കെ സവർക്കർ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ കുഴപ്പമെന്ന് ചോദിക്കണം. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇനി സവർക്കറുടെ വിഷയത്തിലേക്ക് നമ്മൾ കൊണ്ട ഇവരൊരു താറ് വണ്ടിയാ ജീപ്പിന്റെ പുറകെ പിടിച്ച് ഇതിങ്ങനെ ഇരിക്കണം. ഏത് വിടില്ല. ഞാൻ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ കണ്ടേക്കണത് മറ്റേ തെലുങ്ക് സിനിമ കണ്ട നമുക്ക് എന്ത് ചെയ്യാം. മറ്റേ പുള്ളി മറ്റേ NT രാമറാവുവിന്റെ മകനുണ്ടല്ലോ, അയാളുടെ പേര് ഞാൻ വിട്ടു. എന്നാണ് മറ്റേ നമ്മുടെ പുള്ളി ഉണ്ടല്ലോ, പുള്ളി മാത്രമാണ് ഇത് ഇങ്ങനെ എന്ത് ചെയ്ത് കയറൊക്കെ വലിച്ച് ഇങ്ങനെ നിർത്തണം. അപ്പൊ ഇങ്ങനെ വിടില്ല ഞാൻ എങ്ങനെ പോകുമെന്ന് കാണട്ടെ. ജീപ്പ് ലാസ്റ്റ് ജീപ്പ് ഫ്രണ്ടിലേക്ക് എടുത്തപ്പോഴല്ല ജീപ്പിനൊപ്പം ഇവര് ഓടിപ്പോടി. അതായത് ജീപ്പ് പിടിവിടാൻ പറ്റി.
വെറുതെ കുറച്ചേ കഴിഞ്ഞ് പിടിവിട്ട് ശരിക്കും പറഞ്ഞാൽ ആ ജീപ്പുകാരെ ഇത്തിരി മര്യാദക്കാരായതുകൊണ്ട് ഭാഗ്യമില്ല. അല്ലെങ്കിൽ ജീപ്പ് അങ്ങനെ ചവിട്ടിയെങ്കിൽ അവിടെ ചെന്ന് എന്ത് ചെയ്താനെ മൂക്കൊണ്ടൊരു ഉമ്മോച്ചാൻ. പിറ്റേ ദിവസം മുതൽ എന്ത് ചെയ്താനെ മറ്റേ ജഗതി കിലുക്ക സിനിമയിൽ ജഗതി പറഞ്ഞ പോലെ വന്നാനാ. അല്ലെങ്കിൽ തന്നെ ചേച്ചിക്ക് മലയാളം മര്യാദക്ക് അറിയില്ല തോന്നുന്നു. മലയാളം മര്യാദക്ക് അറിയില്ല. അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ അല്ല, മലയാളം മര്യാദക്ക് അറിയാത്തതുകൊണ്ട് കുഴപ്പമില്ല. കാരണം വെച്ചാൽ കന്നഡയും മലയാളവും കൂടി പറയണമെന്നായിരിക്കും മൂക്കിനെന്തെങ്കിലും പറ്റും. ഒരേ ലാംഗ്വേജ് ഏകദേശം എന്ത് ചെയ്യും. എനിക്കിത് പറയുമ്പോൾ എനിക്കൊരു അനുഭവം ഉണ്ട്. ഞാൻ നമ്പരെന്ന് വേണ്ടി ഈ മരട് സബ് രജിസ്ട്രാർ ഓഫീസിൽ ഞാൻ ഇതുപോലെ കണ്ടിട്ടുണ്ട്. ഭീകര കോമഡിയായിരുന്നു. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഒരു നിമിഷം മതി നമ്മുടെ തമാശയായി മാറാൻ, ഭയങ്കര ഗൗരവമുള്ള സീൻ. അപ്പൊ അന്നെന്താ വെച്ചാൽ സബ് രജിസ്ട്രാർ ഓഫീസിൽ കല്യാണം രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി വന്നതാണ്. കല്യാണം രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി അതൊരു ആധാരം എടുത്ത ഓഫീസുണ്ട്, ഞാൻ അവിടെ നിൽക്കണേ. അപ്പൊ ഞങ്ങൾക്ക് കല്യാണം രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി വന്നിട്ടുള്ളത് ഒരു ക്രിസ്ത്യൻ യുവതിയും ഒരു ഹിന്ദു പയ്യനുമാണ്. അപ്പൊ അവര് നല്ല വെൽ ഓഫ് ആണ്, അവര് പഠിച്ച് നല്ല വിദ്യാഭ്യാസമുള്ള പിള്ളേരാണ്. അവരൊരു കല്യാണം കഴിക്കാൻ വേണ്ടി വന്നു. അവര് കല്യാണം കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റേ ഒരു വണ്ടിയിൽ ഇങ്ങനെ കുറച്ച് ആളുകൾ ഇങ്ങനെ വന്നിറങ്ങി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഫ്രണ്ടിൽ ആചാനുബാഹുവായിട്ടുള്ള ഒരു അച്ഛനും അവരുടെ അമ്മയും അവരുടെ മകളാണിത്. അവര് വന്നിറങ്ങി ഭയങ്കര പ്രശ്നമായി അവിടെ കിടന്ന് പ്രശ്നമൊക്കെ ആയി കഴിഞ്ഞിട്ട് ഒരു ജീപ്പ് ഇങ്ങനെ നിർത്തിയേക്കണേ. ഇവര് പോകേണ്ട ഒരു വണ്ടി ഇങ്ങനെ നിർത്തിയേക്കണേ. ആ വണ്ടി ഇങ്ങനെ നിർത്തിയേക്കുമ്പോ ഈ സ്ത്രീ എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഈ വണ്ടിയുടെ മുമ്പിൽ ഞാൻ കിടക്കും, എന്റെ ഡെഡ് ബോഡി കൂടി മാത്രമേ നിങ്ങൾ എന്റെ ബോഡി കൂടി വണ്ടി എടുക്കാതെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പോകാൻ പറ്റുമെന്നാണ്. അപ്പൊ ഈ മരട് സ്ഥലമൊക്കെ അറിയുന്നവർക്ക് അറിയാം, വണ്ടി ഇങ്ങനെ നിർത്തിയേക്കണം. അതായത് നേരെ പോയാൽ പിന്നെ മരട് അമ്പലം മാത്രമേ ഉള്ളൂ. റിവേഴ്സ് എടുത്ത് ഈ വണ്ടി എന്ത് ചെയ്യാൻ പറ്റും, പോകാൻ റോഡിലേക്ക് ഇറക്കാൻ പറ്റുള്ളൂ, പോകാൻ പറ്റുള്ളൂ. പക്ഷെ ഇവർക്ക് ഇതൊന്നും അറിയില്ല. ഇവര് കോട്ടയം നിന്ന് എത്തിയാണ്, പാവം പിടിച്ചൊരു വീട്ടമ്മയാണ്. അപ്പൊ ഇത് നടന്നുകൊണ്ടിരിക്കുമ്പോ എന്താ സംഭവം എന്നറിയോ, ഒരാളവിടെ അടിച്ച് നല്ല ക്വാണ്ടിറ്റി എത്തി. പുള്ളി അടിച്ച് രാവിലെ വിറ്റ, ഉച്ചക്ക് ഒരു മണിയോ 2 മണിയോ 11 മണിയായപ്പോ തന്നെ പുള്ളി വിറ്റ. പുള്ളി ഈ സ്ത്രീനെ കയറി പിടിക്കണം, പോകരുത്, കിടക്കരുത് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം, കിടന്നാൽ ഞാനും വരുമെന്ന് കൂടി എന്റെ നെഞ്ചത്തുകൂടി വണ്ടി കയറ്റാൻ ആയി. അപ്പൊ ആളുകളൊക്കെ വണ്ടടിച്ച് നോക്കണേ. അപ്പൊ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഇവരുടെ ഒപ്പം വന്നേക്കണേ ഇവരുടെ ആങ്ങളെ ഉണ്ട്, ഭർത്താവുണ്ട്, ഇവരൊക്കെ കൂടി വന്നിട്ട് എന്ത് ചെയ്യുന്ന അറിയാം, ഇവനെ കയറി പിടിച്ച് കാരണം അല്ലെങ്കിൽ ഇവൻ എന്ത് ചെയ്യും, പുള്ളിയുടെ വൈഫിനെ കയറി പിടിക്കും, മനസ്സിലായി. അപ്പൊ അതുകൊണ്ട് എന്താ വെച്ചാൽ വൈഫിനെ പിടിപ്പിച്ച് ഇവരെ കയറി പിടിച്ചപ്പോ മാറ്റുമ്പോഴേക്കും എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇവര് എന്നിട്ട് ആ വണ്ടിയുടെ ഫ്രണ്ടിൽ ഇങ്ങനെ കിടന്ന്, അതുപോലത്തെ ഒരു കാഴ്ച ഞാൻ കണ്ടിട്ടില്ല. അവരെന്ത് ചെയ്ത് എന്റെ നെഞ്ചത്തോടി വണ്ടി കയറ്റി ഇറങ്ങിക്കോന്ന് പറഞ്ഞ് ഇങ്ങനെ കിടന്നപ്പോ ഞാനൊക്കെ എന്ത് ചെയ്യണമെന്ന് അത്ഭുതപ്പെട്ടിരിക്കണേ. കാരണം ഇവരെ ചെന്ന് നമുക്ക് തൊടാനും പറ്റില്ല. നമ്മള് എന്ത് ചെയ്യാം, പിന്നെ പ്രശ്നമൊക്കെ പോലെ വല്ല തലവേനൊക്കെ എന്ത് ചെയ്യും നമുക്കറിയില്ലല്ലോ. എന്താണെങ്കിലും ഇത് പോലീസുകാരൊന്നും മനസ്സിലായി. അപ്പൊ ഇവരിങ്ങനെ കിടന്നപ്പോ തന്നെ ഈ വണ്ടി സ്റ്റാർട്ട് ചെയ്തപ്പോ തന്നെ ഇവരൊന്നും ഞെട്ടിയപ്പോഴത്തേക്ക് ഇവരിങ്ങനെ കണ്ണടച്ചു. അറിയില്ല, ഞാൻ എന്തായാലും മാറില്ല എന്ന് പറഞ്ഞ് കണ്ണടച്ച് ഇങ്ങനെ കിടക്കണേ. കുറച്ചു നേരം കഴിഞ്ഞപ്പോ ഭർത്താവിന്ന് മറ്റേ കുറച്ചു നേരം കഴിഞ്ഞാൽ അവര് തന്നെ ഇങ്ങനെ കണ്ണൂർ നോക്കിയപ്പോ വണ്ടി പോയി. കാരണം വണ്ടി റിവേഴ്സ് എടുത്ത് വണ്ടി എന്ത് ചെയ്തു, വണ്ടി പോയി. അത് കഴിഞ്ഞ് പുള്ളിക്കാരി ഒറ്റ കിടക്കേ എഴുന്നേറ്റ്. അപ്പൊ വീണ്ടും അവരെ വിട്ടിട്ട്, അതായത് മറ്റേ വെള്ളമൊടിച്ചിരിക്കണപ്പോ അവരെ വിട്ടല്ലോ, വിട്ടിട്ട് വന്നിട്ട് ഇവരുടെ അടുത്ത് വന്ന് എഴുന്നേക്ക് പോവാന്നൊക്കെ പറഞ്ഞ് വണ്ടി പോയി. നമുക്ക് വണ്ടിക്ക് പോവാന്ന് പറഞ്ഞപ്പോ മറ്റോ വന്നിട്ട് പറഞ്ഞിട്ട് ഇല്ല, ചേച്ചിയുടെ ഒപ്പം ഞാനും കിടക്കും. അപ്പൊ അല്ല പുള്ളി പറയണത് വെച്ചാൽ പുള്ളിനെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. കാരണം പുള്ളി പറയണ ഏതർത്ഥത്തിലാന്ന് നമുക്കറിയില്ല. പക്ഷെ പുള്ളി പറയണ ഇവരുടെ ഒപ്പം മരിക്കാൻ അവനും കൂടി തയ്യാറാന്ന് പറഞ്ഞാൽ ഏത് ഇപ്പൊ കണ്ടവൻ എന്താ പ്രശ്നമൊന്നും അറിയില്ല. അടിച്ച് കോർഡിനേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, ഇതെന്ത് ചെയ്യും, ഞാനും കിടക്കുമെന്ന് പറഞ്ഞത്. സത്യം പറഞ്ഞാൽ അശ്വിനിയുടെ ഒക്കെ മറ്റേ പോക്ക് കണ്ടപ്പോ എനിക്കത് ഓർമ്മ വന്നത്. ദൈവം വണ്ടി എന്ത് ചെയ്തില്ല, വണ്ടി വിടൂല കുറെ മാധ്യമങ്ങൾ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ മാധ്യമ പ്രവർത്തകർക്ക് ഒരു വെളിവില്ല എന്ന് ഞാൻ ചോദിക്കണം. അവര് പറയണ്ടേ വണ്ടി വിടണമെങ്കിൽ ഫ്രണ്ടിൽ പോയിക്കല്ല, അല്ലാതെ ഇവിടെ എന്ത് ചെയ്യും. അതെ, അങ്ങനെ വഴിയില്ല ചേച്ചി, ഇങ്ങനെ പോയി നിൽക്കുന്നു. വണ്ടി വിടാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്നു, ഒന്ന് ആലോചിക്കും, പുറകിൽ നിൽക്കണം. ഇതാണ് ഇവരുടെ ഒരു നോർമൽ കോമൺ സെൻസ് എന്ന് പറയുന്നത്. അപ്പൊ അത്തരം കോമൺ സെൻസ് ഉള്ളവർക്ക് എന്ത് ചെയ്യും, ഇത്തരത്തില് പ്രതിഷേധിക്കാം. TG ഒക്കെ മഹാനാണ്, മനസ്സിലായി. പണ്ട് പത്രിക എന്തോന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്ത് മറ്റേ അവിടെ ഇരുന്ന് വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ വീഡിയോയിലാണ് പുള്ളി ഇതുപോലെ എന്ത് ചെയ്ത് മറ്റേ ഭയങ്കര കോമഡിയൊക്കെ എന്ത് ചെയ്ത്. ഇനി അടുത്ത ചില നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഉണ്ട്, അവര് ഇതിന് ശേഷം ചില യൂട്യൂബ് ചാനലുകൾ പുള്ളീനെ വിളിപ്പിക്കാനുള്ള ശ്രമം. ഏത് ശരിക്കും TG പറഞ്ഞതിൽ എന്താണ് തെറ്റ്, ഒരു തെറ്റുമില്ല. ശരിക്കും പറഞ്ഞാൽ TG ഒരു ഹൈപ്പോത്തറ്റിക്കൽ ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ് എന്ത് ചെയ്തത് പറഞ്ഞത്. ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ പേരിൽ അപ്പൊ TG കൂളായിട്ടിരുന്നു പറഞ്ഞു, ഇതിന്റെ പേരിൽ കൂടി വന്ന ഒരു പരാതി കൊടുക്കും, ഒരു കേസ് എടുക്കും, ദാറ്റ്സ് ഓൾ. ഇപ്പോ മനസ്സിലായിട്ടുണ്ടാവും ഏകദേശം.
പക്ഷെ അവിടെ ചെന്നിട്ട് TG നല്ല സുഖമായിട്ടാ പോയി എന്ന് പറയുന്നു. പക്ഷെ അവിടെ ചെന്നപ്പോ ആൾക്ക് പേടിയായിട്ടുണ്ടോന്ന് അറിയത്തില്ല. മാപ്പ് പറഞ്ഞു അല്ലെങ്കിൽ തെറ്റേറ്റ് പറഞ്ഞു എന്ന് പറയുമ്പോ. എന്റെ പൊന്ന ഐശ്വര്യ, ഞാനൊരു കാര്യം അങ്ങോട്ട് പറയാം. ഇതിലിപ്പോ തലപോണ കേസൊന്നുമില്ല. പക്ഷെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്നറിയാം. ഒന്ന് ആലോചിച്ച് നോക്കി, ഇവിടെ നിന്ന് മറ്റേ പോലീസുകാരുടെ ഒപ്പം വണ്ടി കയറിയിരുന്ന് എവിടെ വരെ പോകണം? തിരുവനന്തപുരം വരെ പോകണം. കയ്യിലുള്ള ഫോൺ അവർ പിടിച്ചെടുത്ത്, മറ്റേ ഇതിൻ്റെ ഹാർഡ് ഡിസ്ക് അവർ കൊണ്ടുപോയി, ബാക്കിയുള്ള സാധനങ്ങൾ. ഇതൊക്കെ ഒരു തലവേദനയുള്ളൂ. നമ്മുടെ ഒരു സിസ്റ്റം മൊത്തം എന്ത് ചെയ്യും? ഡിസ്റ്റർബ്ഡായി പോകും. എന്നിട്ട് അവിടെ ചെല്ലുമ്പോഴത്തേക്കും കുറേ കൂക്കുവിളിയും ഇതുപോലെ തന്നെ SFIക്കാരുടെ ചീത്ത വിളിയൊക്കെ എന്ത് ചെയ്യണം? കേൾക്കണം. പിന്നെ പുള്ളിക്ക് തന്നെ മനസ്സിലായി ഇത് കൈവിട്ടു പോയി. സത്യം പറഞ്ഞാൽ പുള്ളി ചെയ്യേണ്ട പണിയെന്നാണ് തൊട്ടടുത്ത ദിവസം തന്നെ ഒരു മാപ്പ് പറഞ്ഞുകൊണ്ടൊരു വീഡിയോ ചെയ്യട്ടെ. പക്ഷെ പുള്ളിക്ക് പറ്റിയ അബദ്ധം എന്താണെന്ന് അറിയാമോ? കുറെ ആവേശമൊക്കെ പറ്റിക്കാർ ചുറ്റും കൂടി ഇതിന് കുഴപ്പമൊന്നുമില്ല, അടിപൊളി ഗംഭീരം എന്നൊക്കെ പറഞ്ഞ് എന്ത് ചെയ്യും? പണ്ടൊക്കെ നമ്മുടെ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ അങ്ങനെ ഉണ്ടായിരുന്നു. എടാ നീ പോയി അങ്ങോട്ട് തല്ലുണ്ടാക്കണ പോലെ എന്ത് ചെയ്തു? അഭിനയിച്ചു, ഭയങ്കരമായിട്ട് ചൂടായിരിക്കും, ഞങ്ങൾ പിടിച്ചോളാന്നൊക്കെ പറയും. ഞാനൊക്കെ ചെയ്തിട്ടുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ വേറെത്തൊന്നും ചൂടാവും. നീ ഫോണ് കാണിച്ചിട്ടുണ്ടോ, ഇവരെന്നെ വിട്ടിരുന്നെങ്കിൽ നിന്നെ കൊന്നേനെന്നൊക്കെ പറയും. ഏത് വെറുതെ. അപ്പൊ നമ്മൾ അങ്ങ് വിട്ടുകൊടുക്കും. എന്നാൽ നീ പോയി കൊല്ലുന്നത്. അല്ല അങ്ങനെയല്ല, മനസ്സിലായ ആ അവസ്ഥയായി പോയി പുള്ളിക്ക്. അല്ലാതെ ഇത് ആര് കൂടെ ഉണ്ടാവും വിചാരിച്ചിരിക്കുക. ഈ വെളുപ്പിക്കാനിരിക്കുന്നവരൊക്കെ ഫേസ്ബുക്കിലേ വെളുപ്പിക്കുന്നുള്ളൂ. ഫേസ്ബുക്കിൽ വിളിപ്പിക്കും. ഇപ്പൊ പുള്ളിക്ക് അവിടെ നിങ്ങോട്ട് പോരാനുള്ള 175 രൂപ ഇട്ട് കൊടുക്കും. സെക്കൻഡ് ക്ലാസ് ട്രെയിനിൽ കയറിയിട്ട് ഇങ്ങടെ എന്ത് ചെയ്യുന്നു പറയും? പോരാൻ പറയും. അല്ലാതെ ആരുണ്ടാണ്? പക്ഷെ ഇവരൊക്കെ ഇതിന് ബദലായിട്ട് പറയുന്ന ഒരു കാര്യം, ഇപ്പൊ ജാൻമണി ദാസ് ഇവരൊക്കെ പറഞ്ഞിട്ട് പ്രധാനമന്ത്രിയുടെ അമ്മയെ അവഹേളിച്ചിട്ടൊന്നും പ്രശ്നമാക്കിയില്ലല്ലോ, അത്തരത്തിലൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അവരൊക്കെ അടുത്ത ദിവസം വന്ന് മാപ്പ് പറഞ്ഞു. ജാൻമണി ചെയ്തത് ശരിയാന്ന് ഞാൻ ഒരിക്കലും പറയില്ല. ജാൻമണി ചെയ്തത് ശരിയല്ല. ഇതിനു മുമ്പ് ബീഹാറിലൊരു പ്രതിഷേധ റാലിയിൽ മറ്റേ നരേന്ദ്രമോദിയുടെ മദറിനെ കുറിച്ച് പറഞ്ഞ അത് ശരിയല്ല. ഒരു 15 വയസ്സുകാരി നരേന്ദ്രമോദിയുടെ മദറിനെ കുറിച്ച് മോശമായിട്ട് ഈ CJPയുടെ പ്രൊട്ടസ്റ്റുകളൊക്കെ പറഞ്ഞു. അതൊന്നും ശരിയല്ല. അതൊന്നും ശരിയല്ല. പക്ഷെ അതൊന്നും ശരിയല്ലാത്തപ്പോഴും അവരെല്ലാരും താങ്കൾ പറഞ്ഞ പോലെ ഈ 3 പേര് നമ്മൾ അറിയുന്ന എല്ലാവരും പിറ്റേ ദിവസം ഒന്ന് മാപ്പ് പറഞ്ഞു. മനസ്സിലായി? മാപ്പ് പറഞ്ഞ എന്തുകൊണ്ടാ? ആഹാ കൊള്ളാന്ന് പറഞ്ഞ് കൈയടിച്ചില്ല. കാരണം ഇതിനെ ഒന്നും നമ്മൾ ആരും അനുകൂലിക്കുന്നില്ല. ഇപ്പൊ നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്. അദ്ദേഹത്തെ അപമാനിച്ചു, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അമ്മയൊക്കെ അപമാനിച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ വലിയ പ്രശ്നമാണ്. പക്ഷേ താങ്കൾ അറിയേണ്ടത്, ഒരു 15 വയസ്സുകാരി വളരെ വികാരപരമായി ചിലപ്പോൾ മേത്തിൽ ആത്തി കൊണ്ടൊക്കെ അടിയും, ആണി വെച്ചുള്ള അടിയും, ചിലപ്പോൾ പെല്ലറ്റ് കണ്ണു വെച്ചുള്ള അടിയും, മറ്റേ ഷോക്ക് വെക്കുന്ന അടിയൊക്കെ കൊള്ളുമ്പോൾ നമ്മൾ ചിലപ്പോൾ എന്ത് ചെയ്യും? വൈകാരികമായി പ്രതികരിച്ചു പോകും. പക്ഷെ അതുപോലെ അല്ലല്ലോ. ഒരു യൂട്യൂബ് വീഡിയോയിലൂടെ ഇരുന്ന് എന്ത് ചെയ്യുന്നു പറയുന്നു. പിന്നെ ജാൻമണി എന്നൊക്കെ പറഞ്ഞാൽ പോലും ഇത്രയല്ലേ പ്രായമുള്ള, അത്രയ്ക്ക് ഇത്രയല്ലേ ബോധമുള്ള, അവര് മറ്റേ ഭയങ്കരമായ പൊളിറ്റിക്കൽ നോളജ് ഉള്ള ഒരാളൊന്നും അല്ലല്ലോ. ഇതെങ്ങനെയാണ്? പിന്നെ ഇയാളെ കൊണ്ടുവന്നാരാന്നറിയാമോ? ഇയാളെ ഈ പരിപാടിയിലേക്കൊക്കെ ഇറക്കിയാരാന്നറിയാമോ? അത് ഏഷ്യാറ്റാട്ടാ. പണ്ട് മറ്റേ DG ഗോപകുമാറൊക്കെ ഉണ്ടായപ്പോൾ 1990-കളിലായിട്ടാണ് പുള്ളിനെ ആദ്യം തന്നെ ഇതിലേക്ക് വിളിച്ചിട്ട് വന്നത്. എന്നിട്ട് ഈ ചാനലുകളിലെല്ലാം വിസിബിലിറ്റി കൊടുത്ത്. ഒന്ന് ആലോചിച്ച് നോക്കാം. അപ്പൊ അതുകൊണ്ട് ഒരു കാരണവശാലും ഈ പുള്ളിയുടെ, പിന്നെ ഞാനൊരു കാര്യം കൂടി പറയാം. ഒരു 71, ഞാനിപ്പോ തുറന്നു പറയണേ, ഇപ്പൊ എന്റെ പ്രായത്തിലുള്ള ഒരാൾ തെറ്റ് ചെയ്യുന്ന പോലെയല്ല താങ്കൾ ഒരു 12 വയസ്സുകാരൻ എന്ത് ചെയ്യുന്നത്. നമ്മുടെ നിയമം അങ്ങനെ തന്നെയാണല്ലോ. കാരണം അവർക്ക് ജുവനൈൽ ജസ്റ്റിസ് ആണ്. അപ്പൊ അതുപോലെ തന്നെ ചെറുതാണ്. 15 വയസ്സുകാർ തെറ്റ് ചെയ്താലും നമ്മൾ ആ ലെവലിൽ, കാരണം ഒരു 18 വയസ്സ് പ്രായപൂർത്തി പോലും ആയിട്ടില്ല. വൈകാരികമായി അവരെല്ലാം ചിലപ്പോൾ എന്ത് ചെയ്യും? ചിലപ്പോൾ പ്രതികരിച്ചിരിക്കും. അപ്പൊ അത് മോശമായിട്ടുള്ള കാര്യമാണ്, ഒരു തർക്കൂല അതിൽ. പക്ഷെ അത് മോശമാണെന്ന് അവർക്കൊക്കെ തന്നെ ബോധ്യപ്പെടുകയും അത് ഒരാൾ പോലും ന്യായീകരിക്കാൻ ഇല്ലാതാവുകയും ചെയ്തു. കാരണം അവരെ ഒന്നും ആരും ന്യായീകരിച്ചില്ല. താങ്കൾ പറഞ്ഞ പോലെ ഇവർക്കെതിരെ ഇപ്പൊ ജാൻമണിക്കെതിരെ കേസെടുത്തു. ആ എടുക്കട്ടെ, അതിന് പ്രശ്നമില്ല. മാപ്പ് പറഞ്ഞിട്ടുമുണ്ട്. അല്ല, മാപ്പ് പറഞ്ഞാലും ഞാൻ പറഞ്ഞ കേസെടുക്കട്ടെ, കുഴപ്പമില്ല. പക്ഷെ ഇതല്ല, ഇത് മഹത്തരമാണെന്നാ പറയണത്. ഇതിനെ ന്യായീകരിക്കുകയാണ്. അത് സാറ് പറഞ്ഞ പോലെ ഈ ആവേശ കമ്മിറ്റിക്കാരുടെ ഒരു, ഞാൻ പറയുന്നത് സത്യം പറഞ്ഞ ഇത് കേസിന്റെ പ്രശ്നമൊന്നുമല്ല. ഞാൻ ഇത് ഏറ്റവും ആദ്യം ഇതിനെക്കുറിച്ച് വീഡിയോ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, TG മോഹൻദാസ് താങ്കൾക്ക് 71, 72 വയസ്സായി. താങ്കൾ ചെയ്യേണ്ട ആദ്യത്തെ പണി എന്ന് പറഞ്ഞാൽ ഇതിന്റെ പുറത്ത് മാപ്പ് പറയുക എന്നുള്ളത്. എനിക്കൊരു അബദ്ധം എന്ത് ചെയ്തു, ഞാൻ ആ വീഡിയോ വിഡ്രോ ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മാപ്പ് പറയേണ്ട ഒരു മച്യൂരിറ്റി അതുണ്ടല്ലോ, മനസ്സിലായി? അത് കാണിക്കണം എന്നുള്ളത് പുള്ളിയെടുത്ത് എന്ത് ചെയ്തു? പറഞ്ഞു കൊടുത്തില്ല. അല്ല, കൂടെ നിൽക്കുന്ന ആവേശ കമ്മിറ്റിക്കാർ പറഞ്ഞു കൊടുത്തില്ല. ഇത് ഒന്നാമത്തെ വെളിവും ബോധമൊക്കെയുള്ള ആരും കൂടെയില്ലെങ്കിലുള്ള പ്രശ്നം എന്താണെന്നറിയാം, നമ്മൾ അപകടത്തിലേക്ക് പോകും. ഞാനിപ്പോൾ താങ്കളോട് തുറന്നു പറയാം. ഇപ്പം നമ്മുടെ വീഡിയോ തന്നെ കണ്ടിട്ട്
ഒരു വീഡിയോ ഞാൻ എടുത്തത്, ഏത് വീഡിയോ ഞാൻ പറയുന്നില്ല, എന്നോട് ഒരു സുഹൃത്ത് വിളിച്ചിട്ട് പറഞ്ഞ് ഒരു മീറ്ററിന് അപ്പുറത്തേക്ക് കടന്നു പോയിട്ടാന്ന് പറഞ്ഞു. കാരണം എന്ന് വെച്ചാൽ ഞാൻ പറയുന്ന കോമഡികൾ, ഞാൻ പറയുന്ന തമാശകൾ, ഈ തമാശകൾക്ക് ഒരു ലെവലുണ്ടല്ലോ, അത് ആ ലെവലിനും അപ്പുറത്തേക്ക് ഞാനിവിടെ മറ്റേ ജഗതി അഭിനയിക്കുന്ന പോലെ എന്ത് ചെയ്യാൻ പാടില്ല, അഭിനയിക്കാൻ പാടില്ല. അപ്പം അതെന്നോട് വിളിച്ചിട്ട് പറഞ്ഞു ഒരു മീറ്റർ കുറഞ്ഞു വേണ്ടതെന്ന് പറഞ്ഞു. എന്നിട്ട് പിറ്റേ ദിവസം എൻ്റെ വീഡിയോ കണ്ടു പറഞ്ഞു ഇപ്പോൾ മീറ്റർ കറക്റ്റ് ആട്ടെ, ഇത് പിടിച്ചാൽ മതി. അതിനപ്പുറത്തേക്ക് എന്ത് ചെയ്തു പോകുന്നു. ഇത് മനസ്സിലാക്കാൻ പുള്ളിക്ക് എന്ത് ചെയ്തു, പുള്ളി വിചാരിച്ച് ഇനി ഞാൻ എന്ത് പറഞ്ഞാലും ഇവർക്ക് പിന്നെ ഒരു കാര്യമുണ്ട്, ഇവരെന്ത് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. കാരണം എന്താ ഇവർ ബേസിക്കലി മണ്ടന്മാരാന്ന് എല്ലാവർക്കും എന്ത് ചെയ്യും. അല്ല ഞാൻ താങ്കൾ ഉദ്ദേശിക്കുന്ന പോലെ സീരിയസ്, ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു ചരിത്രം, ഞാനൊരു PhD ചെയ്യേണ്ട വിഷയമാണിത്. ഈ BJP-യിലേക്ക് ചേരുമ്പോൾ എന്ത് സംഭവിക്കും. കാരണം എന്താ പറയുക, ഇപ്പം IIT-യുടെ ഡയറക്ടർ ഉണ്ട്, മദ്രാസ് IIT-യുടെ. ആ IIT ഡയറക്ടർ വേണം ഗോമൂത്രം കടിച്ചാൽ പുള്ളിൻ്റെ പനി മാറുമെന്ന് പറഞ്ഞു. പുള്ളി ഇപ്പം ഈ സമിതിയിലുണ്ട്, ഏതിന്, ഈ നന്ദൻ നിലേക്കാനിയുടെ സമിതിയിലുണ്ട് പുള്ളി. ഏത്, ഈ പരീക്ഷാ റിഫോംസ് ഉണ്ടാക്കുന്ന. അപ്പം എന്തുണ്ടെന്ന് പറഞ്ഞിട്ടും എന്തില്ല, വകതിരിവില്ല. വകതിരിവും കാര്യമില്ല. ചില ആളുകൾ നമ്മൾ അമ്പരപ്പിക്കും. ഉദാഹരണത്തിന് എൻ്റെ ഒപ്പം ഡ്രൈവിംഗ് പഠിക്കാമെന്നൊക്കെയുള്ള ഒരു പുള്ളിയുണ്ട്, പുള്ളിയുടെ പേര് സിദ്ധപ്പായി എന്നാണ്. സിദ്ധപ്പായി നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സിദ്ധപ്പായി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ എല്ലാ കമ്പി ഇടിച്ചിട്ടും, അതെങ്ങനെയെന്ന് നമുക്ക് ഇതുവരെ അറിയില്ല, മനസ്സിലായി, എല്ലാ കമ്പി. എന്നിട്ട് അവിടെയുള്ള സ്റ്റാഫ് വന്നിട്ട് പറയുന്നുണ്ട് ഇനിയും ഈ ആള് ഇങ്ങനെ ഇടിച്ചിട്ടാ കുത്താൻ വേറെ ആളെ നോക്കണോന്നൊക്കെ പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ എല്ലാ കമ്പി, അവൻ പറഞ്ഞു ഒരു സൈഡുള്ള കമ്പി ഇടിച്ചിട്ട്, അത് സ്വാഭാവികം. അപ്പൊ ഇതുപോലെ എങ്ങനെയെന്ന് അറിയാൻ പാടില്ല. ഇത് പറയുമ്പോൾ അയാളുടെ വൈഫ് നിൽക്കുന്നുണ്ട്, പുള്ളിയുടെ കാരണം മൊത്തം മീൻ സങ്കടം. അപ്പൊ ഇതുപോലെയുള്ള വിവരക്കേടുകൾ എന്ത് ചെയ്യുന്നു പറയുന്നു. പിന്നെ മറ്റേ ഇവിടെ നിന്ന് ട്രിവാൻഡ്രം വരെ ട്രിപ്പ് അടിക്കാൻ പുള്ളി ഒറ്റയ്ക്ക്. അതെ, ഒറ്റയ്ക്കുള്ളൂന്ന് മാത്രമല്ല, എന്ത് യാത്ര ഈ പ്രായത്തില്. അല്ല സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുള്ളീനെ ഇപ്പം ഞാൻ തുറന്നു പറയുന്നത്, ഞാനിപ്പോൾ ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പൊക്കെ ഉണ്ടായപ്പോൾ ആലപ്പുഴയിലൊക്കെ വെച്ച് ഞാൻ നിരവധി പേരെ കണ്ടപ്പോൾ അപ്പോൾ അവരൊക്കെ പറഞ്ഞിരുന്നു, അവരിൽ ഒരാൾ പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞാൽ ഞാനും KM ഷാജഹാനും കൂടി ഇരിക്കുമ്പോൾ ഒരാൾ വന്നിട്ട് പറഞ്ഞു ഞാൻ TG-യുടെയും കാണാറുണ്ട്, അത് ഡിഫറൻ്റ് ആണെന്ന് എന്ത് ചെയ്തു പറഞ്ഞു. അന്നേരം ഷാജഹാന് ദേഷ്യം വന്നു അത് കേട്ടിട്ട്. പക്ഷെ ഞാൻ പറയണത് TG-യുടെ കാണാറുണ്ട് ഡിഫറൻ്റ് ആണെന്ന് പറഞ്ഞപ്പോൾ ഈ TG പറയുന്നതിന് ഒരു ലോജിക്കൽ, അവരുടെ ഭാഗത്തു നിന്നുള്ള ഒരു ലോജിക് ഉണ്ടെന്ന് തോന്നിയ ആളുകളുണ്ട്. അവർക്ക് പോലും തോന്നി ഇയാളെന്ത്, അത് പുള്ളി മനസ്സിലാക്കണില്ല. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെയുള്ള കുറച്ച് ചാനലുകാർ 3 പേരിരുന്നൊരു ചർച്ച, ഏത് ഇതിൻ്റെ തൊട്ടടുത്ത ദിവസം തന്നെ TG പറഞ്ഞതിൽ വേറൊരു സാംസ്കാരിക നായകൻ പറയാണ്, TG പറഞ്ഞതിൽ എന്താണ് കുഴപ്പം. TG വളരെ സരസമായിട്ട് എന്ത് ചെയ്താണ്, TG പറഞ്ഞൊരു ബ്ലാക്ക് ഹ്യൂമറാണ്, ഗ്രീൻ ഹ്യൂമറാ, റെഡ് ഹ്യൂമർ എന്താണെന്ന് അറിയില്ല. എന്തായാലും ഇപ്പൊ റെഡ് ഹ്യൂമറാന്ന് മനസ്സിലായി, കാരണം പോലീസുകാർ വന്ന് വല്ല ആവശ്യമുള്ള കാര്യമാണ്. അല്ല സത്യത്തിൽ ഇത് PhD സബ്ജക്റ്റ് ആക്കണമെന്ന് പറഞ്ഞത് വളരെ നല്ലൊരു കാര്യമാണ്. ഇവർക്കിടയിലുള്ള ശരിക്കും RSS സാറ് പറഞ്ഞതുപോലെ ഒരു മാനനഷ്ടത്തിന് കേസ് കൊടുക്കണം. ഇമാതിരി ആ ഒരു പ്രസ്ഥാനത്ത് തന്നെ അലമ്പിക്കളയുന്ന കുറെ അവന്മാരുണ്ട്. അല്ല സത്യം പറഞ്ഞൊന്ന് ആലോചിച്ച് നോക്കിയേ. ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ എന്നോട് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് ചോദിച്ചായിരുന്നു. അപ്പം പുള്ളി അവൻ ഇംഗ്ലീഷ് മാത്രം അറിയുന്ന ഒരാളാണ്, മലയാളം ഒന്നും ഇങ്ങനെ കാണാത്ത ഒരാളാണ്. അപ്പോൾ പുള്ളി എന്നോട് വിളിച്ചിട്ട് ഈ TG മോഹൻദാസിനെ കുറിച്ച് ചോദിച്ചപ്പോൾ എന്നോട് പുള്ളി ഒരു വാചകം ചോദിച്ചു, എനിക്ക് കേട്ടിട്ട് ചിരി വന്നു പോയി. അവരുടെ ഇടക്കുള്ള ഇന്റലക്ച്വലി ഇയാളാണെങ്കിൽ അപ്പൊ ബാക്കിയുള്ളവർ എന്തായിരിക്കും? അതാണ് ബാക്കിയുള്ളവരുടെ ഒരു അവസ്ഥ. അപ്പൊ ബാക്കിയുള്ളവനൊക്കെ പുള്ളി അവൻ വിദേശത്തുള്ളവരാണ്. അപ്പൊ അവൻ പറയണ ശരിക്കും പറഞ്ഞാൽ അപ്പൊ ഇനി ഈ പ്രസ്ഥാനത്തിലാണോ നമുക്ക് സംസാരിക്കാൻ പോലും. സത്യം അല്ല, ഈ പ്രസ്ഥാനത്തിൽ തന്നെ ബോവനുമോളിൽ പഴയൊരു ഡയലോഗ് ഉണ്ട്, ബോവനുമോളി എന്ന് പറഞ്ഞ വാരിക ഉണ്ടല്ലോ, അതിൽ മറ്റേ പഴയൊരു കമന്റ് ഉണ്ട്. ഈ കമന്റ് പണ്ടൊക്കെ താങ്കൾക്ക് അറിയില്ലേ, CD അല്ല കാസറ്റ് ആയിരുന്നു. അപ്പൊ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന് പറഞ്ഞൊരു കഥാപാത്രമുണ്ട്, പുള്ളിക്ക് ഈ കാസറ്റ് എന്താണെന്നൊന്നും അറിയില്ല. അപ്പൊ പുള്ളി ശരിക്കും പറഞ്ഞ ഒരു വീടിന്റെ തൊഴിയവും ഭയങ്കര സൗണ്ടിൽ പാട്ട് വെച്ചേക്കണേന്ന് പുള്ളി കേൾക്കണം, മനസ്സിലായി. അപ്പൊ പുള്ളി ചോദിക്കുന്നുണ്ട് ഇതെന്താണെന്ന് ചോദിക്കുന്നുണ്ട്, ഇത് എന്തൊച്ചയിടാന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ വേറൊരു പയ്യൻ പറയാണ് ഇത് കാസറ്റാണെന്ന്, ഇത് കാസറ്റാണെന്ന് പറഞ്ഞു. അപ്പൊ പുള്ളിക്ക് ഈ കാസറ്റ് എന്താണെന്നറിയാം, പുള്ളി കേൾക്കുന്നത് കാൽ സെറ്റാണെന്നാണ്. അപ്പൊ പുള്ളിയുടെ ഡയലോഗ് ഓ കാസറ്റായിട്ട് ഇങ്ങനെ, അപ്പൊ അരസെറ്റാണെങ്കിൽ എന്തായിരിക്കും. അപ്പൊ എന്ന് പറയണ പോലെ ഇത് കാസറ്റ് അരസെറ്റ് എന്ന് പറഞ്ഞാൽ ഇന്റലക്ച്വൽ ഇതാണെങ്കിൽ പിന്നെ ബുദ്ധിയുള്ളവരെന്തായിരിക്കും. എന്നിട്ട് അവൻ എന്നോട് വേറൊരു കാര്യം കൂടി റിസർച്ച് ചെയ്ത് ചോദിച്ചു, എനിക്ക് ചിരി വന്നിട്ട് വേണമായിരുന്നു. അല്ലാണ്ട് ഇവരുടെ കുറെ ബൗദ്ധിക് പ്രമുഖ് എന്നൊക്കെ പറയണ്ട, അപ്പൊ അത് ബുദ്ധി ഇല്ലാത്തവരായിരിക്കുമല്ലോ ബൗദ്ധിക് പ്രമുഖ്. അതാണ് ഞാൻ പറഞ്ഞത്. ശരിക്കും പറഞ്ഞാൽ RSS പോയിട്ടുള്ളത് ഇനി മേല ഞങ്ങളും ഈ ഇവരുമായിട്ട് എന്താണ്. RSS അങ്ങനെ കേസിന് പോയിട്ടുണ്ട്, ആരാന്നറിയാമോ, മറ്റേ നാഥുറാം വിനായക് ഗോഡ്സെ ഞങ്ങളുമായിട്ട് ബന്ധമില്ല എന്ന് കേസിന് പോയിട്ടുണ്ട്. അതായത് അവര് ഞങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തി പറഞ്ഞപ്പോൾ രാഹുൽ ഗാന്ധിക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ
അടിയന്തിരമായി കേസ് കൊടുക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ പറയണത് പോയിട്ട് ഇത്തിരിയെങ്കിലും മാനം രക്ഷിക്കുക, വേറൊരു വഴിയില്ല, മാനം രക്ഷിക്കുക, കേസ് കൊടുക്കാതെ ഇനി ഒരു ചാനലിൽ വന്ന് ഇയാൾ ഞങ്ങളുടെ സൈദ്ധാന്തികൻ എന്ന് പറയാം. ഇത് മനസ്സിലാക്കിയിട്ട് RSS ആദ്യം മനസ്സിലാക്കി. കാരണം ശ്രീകുമാർ ആദ്യമേ തള്ളി പറഞ്ഞു, അല്ല വിവരമുള്ളവർ തള്ളി പറഞ്ഞു. ഇതുപോലെ തന്നെയാണ് മലപ്പുറത്ത് വേറെ കാര്യം. ഈ 3 പേരിൽ നിന്നുള്ള ചർച്ചയിൽ അവരുടെ ഏറ്റവും വലിയ കാര്യം ഒരു വാചകം എന്ന് വെച്ചാൽ RSSനെതിരായിരുന്നു. TG ഇത് പറഞ്ഞു, അത് നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ TG RSS തള്ളി പറഞ്ഞു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ TGയുടെ ഈ വാചകങ്ങളെ RSS അപലപിക്കുകകൂടി ചെയ്തു. അത് ശരിക്കും പറഞ്ഞാൽ RSS ദ്രോഹമാണ് ചെയ്തതെന്നൊക്കെ ഒരു സാംസ്കാരിക നായകനിരുന്ന് എന്ത് ചെയ്യുന്നു, നായകൻ, സാംസ്കാരിക നായകൻ. ഞാൻ വിളിച്ചിട്ട് ചോദിക്കണോന്ന് വെച്ചി. അല്ല ഇപ്പോഴും എന്റെ പൊന്നു സാറേ ഈ ചായയും പടയും കിട്ടാനായിട്ട് ഇത്രയും പറയരുത്. നമുക്ക് എന്താണെങ്കിലും ഇവിടെ 5 കോടി രൂപ. മലപ്പുറത്ത് ഒരു യൂട്യൂബർ ഉണ്ട് ഇതുപോലെ തന്നെ ഇവരുടെ കൂട്ടത്തിലുള്ളതാണ്, ഞാൻ വലിയ സംഘപരിവാരാണെന്ന് പറഞ്ഞ് നടന്ന ഒരാള്. ഇവര് തന്നെ തള്ളി പറഞ്ഞിട്ടുണ്ട് ഇയാളെ. പക്ഷെ ഇയാൾ പല കേസുകളിൽ പെട്ടിട്ടുണ്ട്, ഒരുപാട് കേസുകളിൽ, ഇൻക്ലൂഡിങ് എൻ്റെ ഒരു കേസിൽ ഉൾപ്പെടെ ഞാൻ കേസ് കൊടുത്തകത്താക്കിയ ഒരു മനുഷ്യനാണ് അയാൾ ഒരു കേസിൽ പെടുന്ന എന്തിനാന്ന് പറയുമ്പോൾ ആര്യസ് ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിച്ചു. ആര്യസ് വെജിറ്റേറിയൻ അല്ലേ ഇവർ കഴിക്കുള്ളൂ. പോയി കഴിച്ചു കഴിഞ്ഞപ്പോൾ സ്കാൻ ചെയ്തപ്പോൾ GPayയിൽ വന്നത് ആര്യസ് ഹോട്ടലിൽ വെജ് ഫുഡ് ഉണ്ടാക്കുന്ന സ്ഥലം, GPayയിൽ വന്നത് ഏതോ ഒരു മുസ്ലിം നാമധാരിയുടെ. അത് അയാൾക്ക് പറ്റിയില്ല. അത് മറ്റേ ഫുഡാന്ന്, തുപ്പിയിട്ട് വിളമ്പുന്ന ഫുഡാന്ന് പറഞ്ഞാൽ അയാൾ പോയിട്ട് വീഡിയോ ചെയ്തു. കയ്യിൽ ക്യാമറയുണ്ട്, സ്വന്തമായിട്ടൊരു യൂട്യൂബ് ചാനൽ ഉണ്ടെങ്കിൽ എന്നും വിളിച്ചു പറയാമല്ലോ. തൂക്കിയെടുത്തണ്ടാ പോയത് പോലീസ് ഭാഗത്തേക്ക്. അതായത് ആര്യാസ് വൃന്ദാവൻ പോലെയുള്ള ഹോട്ടലുകളിൽ ഇതെന്താ വെജ് ഫുഡ് ബാക്കിയുള്ളവർ ഉണ്ടാക്കാൻ പാടില്ല. നമ്മുടെ വൃന്ദാവനിലൊക്കെ എത്ര പേര് വന്ന് കഴിക്കുന്നുണ്ട്, മുസ്ലിം ആളുകളും എല്ലാ കമ്മ്യൂണിറ്റിയിലുള്ളവർ കഴിക്കുന്നുണ്ട്. സത്യത്തിൽ ഇപ്പൊ താങ്കൾക്ക് അറിയോ, ഇപ്പൊ താങ്കൾ അറിയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ മുസ്ലിം സമുദായ അംഗങ്ങള് മഹാഭൂരിപക്ഷം പേരും വെജാണ് കഴിക്കണം. അതിന്റെ പ്രശ്നം എന്താണെന്നറിയോ? അതിന്റെ പ്രശ്നം ഇപ്പൊ ഈ നെയ്ച്ചോറ്, ബിരിയാണി ഇതൊക്കെ അവര് കഴിയുന്നതും ശരിക്കും പറഞ്ഞാൽ അവർ മറ്റേ ഇത് ഒഴിവാക്കി കൊണ്ടുവരികയാണ്. ഇപ്പൊ എൻ്റെ ഓഫീസിൽ തന്നെ 2 പേര് മലപ്പുറത്തുള്ളവർ വർക്ക് ചെയ്തു. അപ്പൊ ഞാൻ അത്ഭുതത്തോടെ കാണാൻ അവർക്ക് വെജ് ഫുഡാണ് കുറച്ചും കൂടി താല്പര്യം. സത്യം പറഞ്ഞാൽ എനിക്ക് നോൺ വെജ് ആയതുകൊണ്ട് ഞാൻ അവർക്ക് മേടിച്ചു കൊടുക്കുന്നുണ്ട്, കഴിക്കുന്നില്ല, അല്ലാതെ അവരും ഭയങ്കരമായിട്ട് കഴിക്കുന്നില്ല. അതിന്റെ പ്രശ്നം എന്താ വെച്ചാൽ അവർ പറയണത് തൃശ്ശൂരിനപ്പുറത്തേക്ക് ഈ മലപ്പുറം, കോഴിക്കോട് വരെയുള്ള മേഖലകളിൽ പല തരത്തിലുള്ള അസുഖങ്ങളും കൂടാൻ തുടങ്ങി, പ്രത്യേകിച്ച് സ്ത്രീകൾക്കടക്കം. കാരണം എന്താ വെച്ചാൽ ഇത് ബാലൻസ് കൊണ്ട് ഫുഡും ഇതുമൊക്കെ കഴിച്ചിട്ട് സ്ത്രീകൾക്കടക്കം കൂടാൻ തുടങ്ങി. അതുകൊണ്ട് ഹോസ്പിറ്റലുകൾ അപ്പം അതവർ തിരിച്ചറിയുകയും ഈ പുതിയ പിള്ളേർ അവരൊക്കെ മറ്റേ ഫ്രൈഡ് ഐസ്ക്രീം പലതും കഴിക്കാനൊക്കെ പോകും, ഇതുപോലെ യാത്രയൊക്കെ ചെയ്ത് കഴിക്കും. പക്ഷെ എങ്കിൽ പോലും അവർ ഇത് കൂടുതലായി കഴിക്കുന്നത് കുറക്കുകയാണ് ചെയ്തേക്കണം. എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ ഇപ്പൊ പുതിയ ട്രെൻഡാണ് ഇത്, കുറച്ച് വരികയാണ്. താങ്കളിപ്പോൾ ശ്രദ്ധിച്ചു നോക്കിയേക്കാണ്, ഇപ്പൊ യാത്ര പോകുമ്പോൾ പലപ്പോഴും നമ്മൾ വെജ് ഹോട്ടലുകൾ മലബാർ ഏരിയയിലേക്ക് അടക്കം നോക്കിക്കോ, ഭയങ്കരമായിട്ട് അതിനകത്ത് ആള് തിരക്ക് കൂടുന്നുണ്ട്. എന്നാൽ കാര്യം എന്ന് വെച്ചാൽ അവരുടെ വീട്ടിൽ മുഴുവൻ ഉണ്ടാക്കുന്നത് നോൺ വെജ് ആയിരിക്കും, പക്ഷെ അതുപോലും അവർക്ക് കൂടുതലാണെന്ന് പറയുന്ന തോന്നൽ അവർക്ക് ഭയങ്കരമായിട്ട് ഉണ്ടായിട്ടുണ്ട്. കാരണം പ്രത്യേകിച്ച് പുതിയ ചെറുപ്പക്കാർക്കൊക്കെ ഇത് യങ്സ്റ്റേഴ്സിനൊക്കെ. പക്ഷെ ഫുഡൊക്കെ അവർ കഴിക്കും, പക്ഷെ എങ്കിൽ പോലും അതിൽ കുറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ എന്തൊരു വെളിവില്ലായ്മയെന്ന് താങ്കളൊന്ന് ആലോചിച്ച് നോക്കുക. ആര്യാസ് എന്ന് പറഞ്ഞ ഹോട്ടലിൽ വെച്ചിട്ടൊരു മുസ്ലിമിന് ആര്യാസ് എന്ന് പറഞ്ഞ ഹോട്ടലിൽ വെച്ച് നോൺ വെജിറ്റേറിയൻ ഫുഡ് കൊടുത്തൂടെ? ഇത് ഈ പറയുന്ന ഈ TG മോഹൻദാസ് അടക്കം മറ്റു പല യൂട്യൂബേഴ്സ് അടക്കം, ഞാനിപ്പോൾ പേര് പറയുന്നില്ല, അവരടക്കം അറിഞ്ഞോ അറിയാതെയോ വിറ്റുകൊണ്ടിരിക്കുന്ന വിഷത്തിന്റെ ബൈ പ്രൊഡക്റ്റാണ് ഈ പറയുന്നത്. മനസ്സിലായ? ഒരു നമ്മൾ എന്തെങ്കിലും മുസ്ലിം വീട്ടിൽ ചെന്ന് അവർ തുപ്പിയിട്ടായിരിക്കും ഭക്ഷണം തന്നെ ആയിരിക്കും. എന്താണ് ഈ പറയണത്? ഇത് ഒരു ധാരണ അങ്ങനെ ഉണ്ടാക്കി വെക്കുകയാണ്. ആ ധാരണ ഉണ്ടാക്കി വെക്കുന്നത് എന്ത് ചെയ്യും? പിന്നെ ഇപ്പൊ സെൻകുമാർ അടക്കമുള്ള ആളുകൾ പല അഭിപ്രായവും ഈ സമരത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇത്രയും മോശമായിട്ടില്ലെന്നില്ല. പിന്നെ ഈ പുള്ളി പറഞ്ഞതുകൊണ്ട് രക്ഷപ്പെട്ടു. കാരണം ഇത്രയും പിന്നെ ബാക്കിയുള്ളതൊന്നും ഇത് വരുമ്പോ അതൊക്കെ എന്ത് സംഭവം വരും. ഒന്ന് ആലോചിച്ച് നോക്ക്, താങ്കളൊന്ന് ആലോചിച്ച് നോക്കി. ഒന്ന് കൂട്ടബലാത്സംഗം ഇഷ്ടപ്പെടുന്നവർ ഓക്കെ, അത് കഴിഞ്ഞ് അതിൽ മരണപ്പെട്ടു പോയാൽ എന്തില്ല, എന്തെങ്കിലും ഒരു വെളിവ്. ഇത്രയും കാലം 10-70 കൊല്ലം ഈ ഭൂമിയിൽ ജീവിച്ചില്ല, അപ്പൊ ഒരു ചെറിയ വെളിവ് ഉണ്ടാവൂലേ? വെളിവ് പോയി തുടങ്ങുന്ന പ്രായത്തിലേക്ക് അദ്ദേഹം കടന്നു എന്ന് തോന്നുന്നു. അല്ല ഇപ്പൊ ഒരു കാര്യമുണ്ട്, എന്നിട്ട് ഏറ്റവും വലിയ തമാശ ഉണ്ട് കേട്ടാ, ഏറ്റവും വലിയ തമാശ ഈ ആവേശ കമ്മിറ്റിക്കാരൊക്കെ ചുറ്റും നിന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്ന ആരും ഇതുപോലെ പറയുന്നില്ല. പറയൂലല്ലോ, ഞങ്ങൾക്ക് തിരുവനന്തപുരം വരെ പോകാൻ സമയമില്ല. താങ്കൾ പോയിട്ട് 10 ദിവസം 11ാമത്തെ ദിവസമാണെങ്കിലും ഇതിന് എനിക്ക് രമേശ് ചെന്നിത്തലയോട് ബഹുമാനമുണ്ട്. കാരണം എന്താ വെച്ചാൽ വന്ന്
പുള്ളി ഇത് 1 മണിക്കൂറോ 2 മണിക്കൂറോ മറ്റേ പുള്ളീനെ ചോദ്യം ചെയ്യുമെന്ന് പറഞ്ഞാൽ വെറുതെ കാര്യങ്ങൾ ചോദിക്കാനേ ഉള്ളൂ, വേറെ ചോദിക്കാനല്ല. അത് കഴിഞ്ഞ് പുള്ളിയായിട്ട് എന്ത് ചെയ്ത് പോയി, എന്താണെങ്കിലും എന്ത് ചെയ്തു. ഇനിയിപ്പോൾ ജാമ്യം കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും ചെറിയൊരു സമാധാനം എന്ത് ചെയ്യും. ജാമ്യം കിട്ടി പുറത്തു വന്നാൽ അദ്ദേഹം ഇതിന്റെ ഫോളോ അപ്പ് വീഡിയോ ചെയ്യാണ്ടിരിക്കുക എന്നുള്ളതാണ് ഒരു അപേക്ഷ. ഇനി ഫോളോ അപ്പ് വീഡിയോ ഒന്നും ചെയ്യില്ല. അദ്ദേഹത്തിന് ചിലപ്പോൾ ഇന്റർവ്യൂ കൊടുക്കാനൊക്കെ തോന്നിക്കഴിഞ്ഞാൽ ആവശ്യ കമ്മിറ്റിക്കാരുടെ വേറൊരു ഇത് കഴിച്ചിട്ട് പുള്ളിയുടെ കോമഡി എന്ന് പറഞ്ഞാൽ പുള്ളി കഴിഞ്ഞ ദിവസം വേറൊരു ചാനലിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. എന്താണെന്നറിയാമോ? മാധ്യമങ്ങൾ മര്യാദ പാലിക്കണോ. പാലിക്കാലോ, എന്ത് മര്യാദ പാലിക്കണ്ടേ? എനിക്കൊണ്ട് ഇതുപോലെയൊക്കെ പറയണമെന്നായിരിക്കും. ഇതായിരിക്കും മാന്യത. കഷ്ടാണ്.